ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്കൊരു കുട്ടി ഫ്രോക്ക് ആയാലോ. അപ്പോൾ നെറ്റ് ഫാബ്രിക് വെച്ചിട്ടാട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മീറ്റർ 81 രൂപയാണ് ഈ നെറ്റിൻ്റേത്. താഴത്തെ പോർഷന് നമ്മൾ എടുക്കുന്ന പ്ലെയിൻ നെറ്റാണ്, ബ്ലാക്ക് കളറാണ്. അപ്പോൾ അതിന് ചേരുന്ന ലൈനിങ്ങും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ മുകളിലത്തെ പോർഷന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന 1/2 മീറ്ററാണ്. അതേപോലെ താഴത്തെ പോർഷന് 2 മീറ്ററും ലൈനിങ് ടോട്ടലി 2.5 മീറ്ററുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 5 to 6 ഇയർ ബേബിയുടെ മെഷർമെൻറ്റിലാട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുവാണ്. നോർമൽ നെറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ലൈനിങ് നമ്മൾ ഡബിൾ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് അത്. അതേപോലെ താഴത്തെ പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അംബ്രല്ല ഒന്നുമല്ല, ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുത്താണ് നമ്മൾ ഫ്രോക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അവസാനം വന്നപ്പോൾ നെറ്റിന് വീതി കുറവുണ്ടായിരുന്നു. അത് ഞാൻ കുറേ തല പുകഞ്ഞാലോചിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് ഫ്രണ്ടിൽ വി നെക്കാണ് കൊടുക്കുന്നത്. വി നെക്ക് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് അധികം ഇറക്കാതെ സിബ് വെച്ച് കൊടുക്കുവാണ്. ഇനി നെക്കടിക്കാം. ലൈനിങ്ങും നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശവും വീണ്ടും ലൈനിങ്ങും കഴുത്തും വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ ക്യാൻവാസ് പേപ്പർ നമ്മുടെ ഒരു ലൈനിങ്ങിൻ്റെ അകത്ത് പോകും. പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഫ്രണ്ടും ബാക്കും നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറും ജോയിൻ ചെയ്തിട്ടാണ് ഞാനൊന്നുകൂടെ നമ്മളൊന്നുകൂടെ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട് ആം ഹോളൊന്ന് അറേഞ്ച് വെട്ടിക്കൊടുക്കാം. നമുക്ക് സ്ലീവ്ലെസ് ആണ്, ക്രോസ് പീസ് വെച്ച് അടിച്ച് എടുക്കാം. അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തിടുന്നുണ്ട്. ക്രോസ് പീസിൻ്റെ സൈഡ് രണ്ടും ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ബാക്കിൽ സിബൂടെ വെച്ച് കൊടുക്കാം. അതും ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രോക്കല്ലേ, നമുക്കൊരു വള്ളിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ പ്ലെയിൻ നെറ്റിലാണ് ഞാൻ ഇപ്പോൾ വള്ളി അടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ അളവനുസരിച്ച് വള്ളിയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഹിപ്പല്ല വേസ്റ്റിൻ്റെ അളവൊന്ന് അളന്നിട്ട് വേണം നമുക്ക് ചെറിയ പ്രില്ലിട്ട് കൊടുക്കാൻ നമ്മുടെ നെറ്റ് ക്ലോത്തിൽ. നെറ്റിൻ്റെ അടിഭാഗം ഞാൻ മടക്കി അടിക്കാറില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിക്കാറുണ്ട് കേട്ടോ. അതും അടിച്ചു കൊടുത്ത് നമുക്ക് വേസ്റ്റ് വന്നേക്കുന്നത് 22 22 അളവിന് നെറ്റും അതേപോലെ ലൈനിങ്ങിൻ്റെ തുണിയിലും ചെറിയ ചെറിയ പ്രില്ലിട്ട് കൊടുക്കുവാണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെറ്റും ലൈനിങ്ങും കൂടെ ജോയിൻ ചെയ്ത് അടിച്ചെടുക്കുവാണ്. അതും കഴിഞ്ഞ് നമ്മുടെ മെയിൻ ക്ലോത്തും നെറ്റും കൂടെ കറക്റ്റ് ജോയിൻ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ സൈഡൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ
ഫുൾ വർക്ക് കഴിഞ്ഞു. ഔട്ട്ലുക്കാണ് ഇത്. ഞാൻ നോക്കിയപ്പോൾ നെറ്റിൻ്റെ നമ്മുടെ ബ്ലാക്ക് കളർ നെറ്റിൻ്റെ തുണി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോയും ചെയ്ത് കൊടുത്തു. ഒരു ഭംഗിക്ക് വേണ്ടി ഷോൾഡറിൽ നിന്ന് ഒരു ലേസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്ലിപ്പ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.